എൻ്റെ ചാനലിൽ ഇപ്പോൾ 10K യൂട്യൂബ് ഫ്രണ്ട്സ് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. എല്ലാവരോടും ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് പറയുന്നത്. നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഷാക്കിർ ഭായ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. യു കെയിലുണ്ട്. യു കെയിൽ ഒരു പര്യടനത്തിലാണ്. പുള്ളിയുടെ വക ഒരു വിശ്വസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബിറ്റ് ഞാൻ ഈ ചാനലിൻ്റെ കൂടെ ഈ ഒരു വീഡിയോയുടെ കൂടെ ചേർക്കാം. ആദ്യം അത് കാണാം. അപ്പം ഗൈസ്, എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരു 10K അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആശംസ പറയാൻ ഇയാളെ 10,000 ഫോളോവേഴ്സ് ആയതിന് ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ്. ഞാൻ ഈ ട്രാവൽ വീഡിയോസ് മാത്രം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളത് ലണ്ടൻ്റെ ഹൃദയഭാഗം, ഹാർട്ട് ഓഫ് ലണ്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന പിക്കഡലി സർക്കസിലാണ്. ഈ പിക്കഡലി സർക്കസ് എന്ന് പറഞ്ഞാൽ സർക്കസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. അതൊരു സർക്കിളാണ്. നമ്മുടെ ലാറ്റിൻ വേർഡിൽ പറഞ്ഞാൽ സർക്കിൾ എന്ന് പറയും. സർക്കസ് എന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറയും. വിച്ച് മീൻസ് ഒരു ജംഗ്ഷൻ. ഒരുപാട് ലണ്ടനിലെ പ്രധാനപ്പെട്ട റോഡുകളിലേക്കുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ലണ്ടനിലെ ഒരു മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സർക്കസ്, ഒരു സർക്കിളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ പിന്നിൽ കാണുന്ന ഒരു വീഡിയോ ഡിസ്പ്ലേ ഏകദേശം 100-120 വർഷത്തെ ചരിത്രം പറയാൻ. ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് എൻ്റെ പിന്നിൽ കാണുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് കമ്പനീസ് അവരുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയിലാണ്. 1908 കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ഹോർഡിങ്സ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് പതുക്കെ അതൊരു എന്താ പറയുക, ഒരു നോർമൽ ട്യൂബ് ലൈറ്റ് ഡിസ്പ്ലേ ആയിട്ട് മാറി. പിന്നീട് ഇപ്പോൾ ഒരു നിയോൺ ഡിസ്പ്ലേ ആയിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാത്രികളിലാണ് നമ്മളിത് കാണേണ്ടത്. ഇപ്പം ഒരുപാട് വലിയ പ്രോഡക്റ്റ്സ് ആയി കൊക്കക്കോള, മെക്ഡോണൾഡ്സ്, പോസ്റ്റേഴ്സ്, കാൾസ്ബർഗ്, ഡ്യൂറക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ന്യൂയോർക്കിൽ ഒരു ടൈം സ്ക്വയർ ലൊക്കേഷൻ പോലെ ഒരു പ്രൈം ലൊക്കേഷനാണ് ആക്ച്വലി ഈ ഒരു പിക്കഡലി സർക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഒരുപാട് ആളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം 100 കണക്കിന് ആൾക്കാരാണ്, 1000 ആൾക്കാരാണ് ഓരോ ദിവസം ഇവിടെ വന്നിറങ്ങുന്നത്. അതും പല രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് ഒരുപാട് ആളുകളിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫിൽ ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ കാണുന്ന പിക്കഡലി സർക്കസ് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് നൈറ്റ് ക്ലബ്ബും നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു തെരുവിനോടനുബന്ധിച്ച് ആ തെരുവിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഇഷ്ടം പോലെ നൈറ്റ് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വന്ന സമയത്ത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വരെ ഭയങ്കര ലൈവ്ലിയായിരുന്നു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് നൈറ്റ് ക്ലബ്ബും പല കൺട്രീസിൻ്റെ അവരുടെ ഒരു തീം വെച്ചിട്ടുള്ള നൈറ്റ് ക്ലബ്ബും കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു. അപ്പം അതുകൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ കെട്ടിത്തൂക്കിയാണ് അവിടെ. എന്തായാലും ഇപ്പോൾ ഹൈവേ മെയിൻ്റനൻസിനൊരു പണിയായി. അതിപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 40-45 മിനിറ്റായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ നേരമായി. ഇതവരിപ്പം അത് പൊട്ടിക്കുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കട്ട് ചെയ്യുന്നത്. പുള്ളി പാലസ്തീൻ അനുകൂലിയാണ്. ആ ഫ്ലാഗ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സുവനീർ ആവും.
തരില്ലെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം എന്തായാലും. ഈ ഒരു ഫ്ലാഗ് ആയിരുന്നു അതിൻ്റെ മുകളിൽ കെട്ടിക്കൊണ്ടിരുന്നത്. ജസ്റ്റ് പുള്ളി ഊരിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും പാലസ്തീന് പോയി വന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ഫ്ലാഗ് ഹോൾഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. താങ്ക്സ്. താങ്ക് യു. ഇന്നിപ്പോൾ ഒരു സൂപ്പർ സണ്ണി വെതറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈവനിങ്ങിൻ്റെ ഒരു വോക്കിന് വേണ്ടിയിട്ട് ഇതിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. ഈവൻ കോവിഡ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ കൂടി ഇഷ്ടംപോലെ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും ഈ ഒരു തെരുവിലുള്ളത്. നമുക്കെന്തായാലും ഈ തെരുവിൻ്റെ വേറൊരു ഭാഗം കൂടി കാണിച്ചു തരാം. അതെ, ഈ ഒരു ജംഗ്ഷൻ ലീഡ് ചെയ്യുന്ന ഒരുപാട് റോഡുകളിലേക്കാണ്. അതിലൊന്നാണ് ഇപ്പം നമുക്ക് ഈ കാണാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെസ്റ്റർ സ്ക്വയറിലേക്കുള്ള റോഡ്. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു ബിയർ വണ്ടിയാണ്. മതിയാവോളം ബിയറൊക്കെ കുടിച്ച് മ്യൂസിക്കൊക്കെ ആസ്വദിച്ച് ലണ്ടൻ തെരുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഒരുപാട് ചെറുപ്പക്കാർ ഈ ഒരു ബിയർ വണ്ടി ഹയർ ചെയ്തിട്ട് ഇതിലൂടെ കറങ്ങാറുണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ. തെരുവിലുള്ളൊരു കഫയാണ്. നല്ല സൂപ്പർ, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റെയിൻ ഫോറസ്റ്റ് കഫേ എന്ന് പറയും. റെയിൻ ഫോറസ്റ്റ് നമ്മളെ മഴക്കാട് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള കഫേസാണ്. അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ഉള്ളത്. നമുക്ക് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംബിയൻസും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണാം. അത് കണ്ടോ, റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ആ ഭാഗത്തേക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. മരം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഒരുപാട് നമ്മൾ റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആനിമൽസ് ഒക്കെ കിട്ടും. ഇത് 60 പെൻസ് ഒരു പീസിന്, അതായത് 60 രൂപ. തവളയുടെ ഫിഗർ, താറാവ് എല്ലാം കാണാം. യു അഡ്വഞ്ചർ ബിഗിൻസ് ഹിയർ. റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രി ഇവിടെ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ആംബിയൻസ് എന്തായാലും. ഇവിടുത്തെ ഡോൾഫിൻസ്, മീനുകളൊക്കെ കാണാം. അവിടെ ക്രോക്കഡൈലാണിത്. ചെറിയ കുട്ടികൾക്ക് പറ്റിയൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് തീം ബേസ്ഡ് റെസ്റ്റോറൻറ്റ്സും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമുക്ക് ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ, നല്ലൊരു ആംബിയൻസ് ആണ്. അതായത് ഇപ്പം മുൻപ് കോവിഡ് റെസ്ട്രിക്ഷൻസിൻ്റെ ഒക്കെ മുൻപ് ഒരുപാട് ആൾക്കാർ വന്നിരുന്ന സ്ട്രീറ്റാണ്. എന്നിട്ട് കൂടി ഇപ്പോഴും നോക്കാം നിങ്ങൾ. അതെ, സ്ട്രീറ്റിൻ്റെ ബിസി നോക്കുക. ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. എപ്പോഴും ഇങ്ങനെയാണ്, നല്ല വൈബാണ്. ഒരുമാതിരി നല്ല സ്ട്രീറ്റ് പെർഫോമൻസും കാര്യങ്ങളും അതുപോലെ സോങ്സും മ്യൂസിക്കും ഡാൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇവരെല്ലാം തന്നെ ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഡാൻസും മ്യൂസിക്കൊക്കെ ചെയ്യുന്നത്. എഡ് ഷീറിന്റെ ഷേപ്പ് ഓഫ് യു എന്നുള്ള പാട്ടാണ് പുള്ളി പാടിയത്. അത്യാവശ്യം ആള് കൂടിയിട്ടുണ്ട്. സംഭവം പുള്ളി ക്യാഷായിട്ട് മാത്രമല്ല ഡൊണേഷൻ സ്വീകരിക്കുന്ന, കാർഡായിട്ട് സ്വീകരിക്കുന്ന പറയുന്നത്. അത് അടുത്ത പാട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവര് വേറെ വേറെ ടീംസ് കേട്ടോ. ഈ രണ്ടാൾക്കാർ വേറെയാണ്, അവരുടെ കാശ് വേറെയാണ് വരുന്നത്. ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും അടിച്ച സാധനം ഏതാണെന്ന് കിട്ടിയിരുന്നെങ്കിൽ നാട്ടിലേക്ക് പാർസൽ അയക്കുന്നു.
Christ, he didn't come to set up a religion. He's a person. Yeah, I understand that he's a messenger or he's a person who's come from God or whatever. That put aside, I'm just asking, people have a lot of feelings from their own God as well. You understand? Like in India, I'm from India basically. Yes, I know. In India, they have thousands of gods. Thousands of gods. Yeah, so they have their own feelings and their own experience. Like you said, when they're sitting in their room or praying, they have seen their God and as well. And my question is, why you reject the 1,000 possible God and you pick Jesus? I didn't pick Jesus. I prayed, right, and I didn't pick him in the sense of like from other gods. I was given a tract. I read the tract. I wasn't speaking a lie. Now, you're an intelligent person, you're obviously educated, you've lived in India, you're here, I'm from Scotland. We've made a connection today. But all I would say to you is it's an invitation to explore the truth. നമ്മളപ്പോൾ പിക്കഡലി സർക്കസ് നേരെ വന്നാൽ കാണുന്നത് ലെസ്റ്റർ സ്ക്വയർ ആണ്. ഇതാണ് ലെസ്റ്റർ സ്ക്വയറിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വൈബ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടില്ലേ, നേരത്തെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പുള്ളി ജീസസിൻ്റെ ഒരു എന്താ പറയുക പ്രചാരകനെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി ജോണിൻ്റെ ഒരു ബൈബിൾ ഗോസ്പിൾ എനിക്ക് തന്ന് ചെറിയൊരു പുസ്തകമായിട്ട് അത് വായിച്ചു നോക്കാൻ പറഞ്ഞ് പുള്ളിയായിട്ടുള്ള കുറച്ച് ചെറിയ ഡിബേറ്റ്, ഒരു ഹെൽത്തി ഡിബേറ്റ് ആയിരുന്നു. എന്താ പറയുക, അതിവിടെ ഒരുപാടുണ്ട്. ഇപ്പം ഒരു മുസ്ലിം പ്രഭാഷകൻ അവിടെ ഉണ്ട്. പുള്ളി അദ്ദേഹത്തിൻ്റെ റിലീജിയൻ അവിടെ എന്താ പറയുക പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ്, കണ്ടല്ലേ. ഇതാണ് ഇവിടെ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ, ഫുൾ പോസിറ്റീവ് വൈബാണ്. എല്ലാവരും ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും സിംഗിൾസായിട്ടും ഒക്കെ വന്നിരിക്കുകയാണ്. ഇത് ലെഗോൻ്റെ ഒരു ഷോറൂമാണ് ഈ കാണുന്നത്. ഇവിടെ ചിത്രം വരെ നടപ്പുണ്ട്. ഇത് ലൈവായിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. 20 പൗണ്ടാണ് കാരിക്കേച്ചറിന്. കുഴപ്പമില്ല, ഒരു ദിവസം ചെയ്യണമെന്നുണ്ട്, നോക്കാം. ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഇത് M&Mൻ്റെ ഒരു ഷോറൂമാണ് ഈ കാണുന്നത്. നമുക്ക് കാണാം M&M ഷോറൂം. നല്ല ബിസിയാണ് അതിൻ്റെ അകത്തേക്ക്. ഒരുപാട് M&M വെറൈറ്റീസ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും ബിസി, വൺ ഓഫ് ദ ബിസിയസ്റ്റ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഹാർട്ട് ഓഫ് ലണ്ടൻ, ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം. നിങ്ങൾ ഹലോ, you live in London, right? No, we're from Manchester. I'm from Nigeria. Nigeria? Yeah. Wow. Abuja. I'm from India. India. I'm a travel blogger. You're a vlogger? Yeah, travel blogger You'll be basically. in your vlog? Yeah, you are in my vlog actually. Thank you, thank you. Yeah, tits out for your How you find London? Nice, yeah? Yeah. Nice and busy, right? Yeah. Enjoy. Thank you. അപ്പോൾ ഇവിടെ ഒരുപാട് പല രാജ്യത്തും കണ്ടില്ലേ, നമ്മളൊരു മൾട്ടി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് മൾട്ടി കൾച്ചർ. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ. അപ്പം ഇവിടെ ഈ ഒരു തെരുവിൽ ഇഷ്ടം പോലെ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്പും കാര്യങ്ങളെല്ലാം കാണാം. ഇതിപ്പോൾ ഒരു കസീനോ ആണ്, അത് കാണാൻ പറ്റും. സോറി, ഇവിടെ നമുക്ക് സുവനീർ ഷോപ്പ് കാണാം. നമ്മളെ ഒരു ലണ്ടൻ ബേസ്ഡ് എന്തെങ്കിലും സുവനീർ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഹാരി പോട്ടർ, ലണ്ടൻ, എല്ലാം ലണ്ടൻ തീം ബേസ്ഡ് ആണ് മൊത്തം. അത് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ വീണ്ടും പിക്കഡ്ലി സർക്കസിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. കോവിഡ് ആണെങ്കിൽ തന്നെ ഇപ്പം ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതിന് കൂടി മാസ്ക് ഒക്കെ ധരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. കാരണം രാജ്യത്തിൻ്റെ ഒരു 50% വാക്സിനേറ്റഡ് ആണ്. അത് കാരണമുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും. ഇതൊരു കിഡിലൻ സുവനീർ ഷോപ്പാണ്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് സ്റ്റഫ് കാണാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. കപ്പ്, ലണ്ടൻ ബസ്, കാര്യങ്ങൾ. ഈ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ആയാലും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അത് കാരണമാണ് മ്യൂസിക്കിന് ഞാൻ കൂടുതൽ നിൽക്കാത്തത്. നല്ല കിടിലൻ റെസ്റ്റോറൻ്റാണ്. അവർ ഡൈനിങ് സ്റ്റാർട്ട് ചെയ്തത് കാരണം നല്ല ബിസിയാണ് ഇപ്പം. ഞാൻ വീണ്ടും ആ പിക്കഡ്ലി സർക്കസിൻ്റെ ആ ഒരു സർക്കിളിലെത്തിയിരിക്കുകയാണ്. പിക്കഡ്ലി സർക്കസിൻ്റെ സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, പിക്കഡ്ലി സർക്കിളിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ബോർഡും കാര്യങ്ങളെല്ലാം കാണാം വീണ്ടും.
മെയിനായിട്ട് എല്ലാവരും ഒരുപാട് ആൾക്കാർ വരുന്നവരെല്ലാം തന്നെ ഈ ഒരു മറ്റെന്താ പറയുക ഇതിന് ഫ്രണ്ടിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്, നമ്മളൊരു വീഡിയോ ഡിസ്പ്ലേക്ക് ഫ്രണ്ടിൽ. കാരണം ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കാറുണ്ട്. ഇവിടെ നമുക്ക് ആ സ്റ്റാച്യൂയും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ കാണുന്നത് റെസ്റ്റോറൻ്റാണ്. ആ കാണുന്നത് തിയേറ്ററാണ്, പഴയ തിയേറ്ററാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള തിയേറ്ററാണ്. ഇതാണ് ആക്ച്വലി ലണ്ടൻ വൈബ് എന്ന് പറയുന്നത്, ഒരു ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ വൈബ്. നല്ല വെതർ ആയാൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് റോഡിൽ വരുന്നത്. നമ്മുടെ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഇതുപോലുള്ള സ്ട്രീറ്റ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോറി, നമുക്കൊക്കെ ഈ പാട്ടിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇവർ നല്ല മ്യൂസിക് വെച്ച് തരും, ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പാട്ട് വരുന്നതായിരിക്കും, ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യണം നല്ല കിടലം പാട്ടിന്. അതാ പുള്ളി ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട് പാട്ടിനെ. Slide to the left, slide to the right, crisscross, crisscross, cha-cha real smooth. എല്ലാവർക്കും ലണ്ടനിലെ പിക്കഡലി സർക്കസിലെ വൈകുന്നേര കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായി തരിക. വീഡിയോ ക്വാളിറ്റിയിൽ ചെറിയ ചില പോരായ്മകളുണ്ട്, ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും പുതിയ ലണ്ടൻ കാഴ്ചകളും മറ്റ് രാജ്യങ്ങളിലെ കാഴ്ചകളുമായിട്ട് ഉടനെ വരാം. വീണ്ടും കാണാം. താങ്ക് യു. നല്ല കിടല മ്യൂസിക് വന്നിട്ടുണ്ട്. ഇപ്പം ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്യുന്നത് Italiano